കേരളത്തിന്റെ ഏറ്റവും വടക്കേയറ്റത്തുള്ള മഞ്ചേശ്വരം നിയോജക മണ്ഡലത്തിൽ ഇത്തവണ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിനായി LDF നിയോഗിച്ചിരിക്കുന്നത് CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ KR ജയാനന്ദയാണ്. ഇപ്പോൾ KR ജയാനന്ദ തന്നെ കൂടെ ചേരുന്നുണ്ട്. ഈ പ്രദേശത്തുള്ള ആളാണ് KR ജയാനന്ദ. ഈ മേഖലയിൽ പൊതുപ്രവർത്തനം നടത്തുന്നയാളാണ്. സ്ഥാനാർത്ഥിത്വത്തെ എങ്ങനെയാണ് കാണുന്നത്? മഞ്ചേശ്വരം ഭാഷാ ന്യൂനപക്ഷങ്ങളുടെ ഒരു പ്രദേശം കൂടിയാണ്. രാഷ്ട്രകവി മഞ്ചേശ്വർ ഗോവിന്ദപ്പയ്യോ കയ്യാറ് കഞ്ഞനറയോ പിറന്ന മണ്ണാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഈ മണ്ണിൻ്റെ ഏറ്റവും വലിയ പോരാളിയായിരുന്നു ഡോക്ടർ എ സുബ്ബറാവ്. അവരടക്കം പിറന്നു വീണ മണ്ണാണ്. ഈ ഭാഷാ ന്യൂനപക്ഷം പ്രദേശമായ മഞ്ചേശ്വരം മണ്ഡലത്തിൽ നിന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി ഡോക്ടർ സുബ്ബറാവ് ഇവർ 2 തവണ ജയിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ 2006 അഡ്വക്കേറ്റ് CH കുഞ്ഞമേട്ടം ജയിച്ച മണ്ഡലം കൂടിയാണ് ഈ മണ്ഡലം. ഒരു മതേതര പാരമ്പര്യമുള്ള മണ്ണാണ് ഈ മണ്ണ്. അത് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കിയാലും ആലിത്തെയ്യവും അതുപോലെ തന്നെ ഉദ്യാവറ അറസമഞ്ചേഷ്ണാറു ജുമാ മസ്ജിദുമായി ബന്ധപ്പെട്ടുള്ള ബന്ധങ്ങൾ ഉള്ള ഒരു ഭൂപ്രദേശമാണ് ഈ മണ്ണ്. വർഗീയതയ്ക്കെതിരെ ഏകാലത്തും നിലകൊണ്ട ഒരു മണ്ണ് കൂടിയാണ് ഈ മണ്ണ്. അതുകൊണ്ട് ഈ മണ്ഡലം ഇടതുപക്ഷത്തിന് നല്ല സ്വാധീനമുള്ള മണ്ഡലം കൂടിയാണ്. നമ്മൾ ഇവിടെ ജയിക്കുന്നത് BJPയും അതുപോലെ തന്നെ UDF ജയിക്കുന്നത് രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടൊന്നല്ല, വികസനം പറഞ്ഞിട്ടുമല്ല. ഇവിടെ അവർ ഇത്ര പേരെ ജയിച്ചിട്ടുള്ളത്, മുസ്ലിം ലീഗ് ജയിച്ചിട്ടുള്ളത് മതം പറഞ്ഞുകൊണ്ടാണ്. BJPനെ കാണിച്ച് ലീഗ് വോട്ട് പിടിക്കൂ, ലീഗിനെ കാണിച്ച് BJP വോട്ട് കൊടുക്കൂ. അതല്ലാതെ ഒരു വികസനമോ അല്ലെങ്കിൽ ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായോ അല്ല ജയിക്കുന്നത് എന്നതാണ് ഇവിടുത്തെ മണ്ഡലത്തിൻ്റെ ഒരു പ്രത്യേകത. അതുപോലെ തന്നെ ഈ മണ്ഡലത്തിൻ്റെ വികസനം നമ്മൾ പരിശോധിച്ചാൽ 2006 മുതൽ 2011 വരെ ഉള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. വികസനത്തിൻ്റെ ഒരു സുവർണാക്ഷരത്തിൽ എഴുതി വെക്കേണ്ട ഒരു കാലമായിരുന്നു. അതിനുശേഷം ഈ മണ്ഡലത്തിൽ ഒരു വികസനം ഉണ്ടായില്ല. വികസനം ഉണ്ടായി എന്ന് പറയുന്നത് UDFൻ്റെ MLAമാർ പറയുന്ന കുറേ കാര്യങ്ങളുണ്ടാവാം. ആ കാര്യങ്ങളെന്ന് പറയുന്നത് ഇടതുപക്ഷ സർക്കാർ പൊതുവേ കേരളത്തിനകത്ത് ഉണ്ടാക്കിയ 10 കൊല്ലത്തെ വികസനമുണ്ട്. ആ വികസനത്തിൻ്റെ ഭാഗമായുള്ള പദ്ധതിയുടെ ഭാഗമായി വന്നതാണ്. 2019 ഡോക്ടർ തോമസ് ഐസക്ക് പയ്യോളിക്കൊക്കെ ഒരു IT കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ബജറ്റിൽ. ഇന്നേ വരെ നടപ്പിലാക്കാൻ സാധിച്ചില്ല. ഈ വികസനം ഇടതുപക്ഷ സർക്കാർ കൊണ്ടുവന്നാൽ നടപ്പിലാക്കാനുള്ള ഉത്തരവാദിത്വം ബന്ധപ്പെട്ട MLAമാർക്കാണ്, ഏത് സർക്കാരായാലും. പക്ഷേ ആ MLAമാർ ഇടപെടണ്ടേ? ഏറ്റവും വടക്കേറ്റത്തുള്ള ഒരു മണ്ഡലം, ഭാഷാ ന്യൂനപക്ഷങ്ങൾ കൂടുതലുള്ള മേഖല. ആ മേഖലയിൽ സർക്കാർ നേരിട്ട് നടപ്പിലാക്കുന്ന വികസനമല്ലാതെ ജനപ്രതിനിധി എന്ന നിലയിൽ ഒന്നും ഇടപെടൽ നടത്തുന്നില്ല എന്നതാണ് പരാതി. 100% ഈ നാട്ടുകാർക്കുള്ള പരാതി അതാണ്. 5 കൊല്ലത്തെ ഒരു MLA എന്ന നിലയ്ക്കുള്ള AK അസറഫ് പ്രവർത്തനം ഈ ഇടതുപക്ഷ സർക്കാർ ഇടയ്ക്ക് ഇഷ്ടംപോലെ പദ്ധതികൾ കൊണ്ടുവന്ന് AK അസറഫ് തന്നെ പറയുന്നുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ പദ്ധതികൾ തന്നത് ആരോഗ്യ വിഭാഗത്തിൽ നിന്നാണ്, അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റാണ്. ഇതെല്ലാം കേരളത്തിന് ഇടതുപക്ഷ സർക്കാർ തന്നു എന്ന് MLA പറയുന്നുണ്ട്. തുളു അക്കാദമിയുടെ ഒരു ചെയർമാൻ സ്ഥാനം വഹിക്കുന്നുണ്ട്. അപ്പോൾ ആ ചെയർമാൻ സ്ഥാനത്ത് നിന്നുകൊണ്ടാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത്. മഞ്ചേശ്വരം മണ്ഡലം എന്ന് പറയുന്നത് ഈ തുളു ഭാഷയുമായി ബന്ധപ്പെട്ടുള്ള മണ്ഡലം കൂടിയാണ്. തുളു ഭാഷ മാത്രമല്ല, ഇത് സാധാരണ ഒരു പറയലുണ്ട് മിനി ഇന്ത്യ. എന്തരിവാ, തുളു, കന്നഡ, മറാഠി, കൊങ്കണി, ഉറുദു, മലയാളം, ബേരി, ഇങ്ങനെ വ്യത്യസ്തമായ ഭാഷകൾ സംസാരിക്കുന്ന ഒരു മിനി ഇന്ത്യ. ഇന്ത്യനകത്ത് ഏറെ ഉണ്ടെന്ന് ചോദിച്ചാൽ അത് മഞ്ചേശ്വരമാണ്. ആ മഞ്ചേശ്വരത്തിനകത്താണ് 2006 തുളു അക്കാദമി രൂപീകരിക്കുന്നത്. VS നേതൃത്വം നൽകിയ ഇടതുപക്ഷ സർക്കാർ തുളു ഭാഷയുടെ സംരക്ഷണവും അതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനം നടത്തുന്നു. ഞാനിപ്പോൾ 2-3 കൊല്ലമായി തുളു അക്കാദമിയുടെ ചെയർമാനായ ശേഷം നമ്മൾ ഈടെ നടത്തിയ കുറേ പ്രവർത്തനങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 പ്രവർത്തനം എന്ന് പറയുന്നത് ഈ ഈടത്തെ തുളു ഭാഷ ഇന്നേ വരെ നിലനിൽക്കാൻ കാരണം തെയ്യം കെട്ടാണ്. ഈ നാട്ടിൻ്റെ തെയ്യങ്ങളെല്ലാം സംസാരിക്കുന്ന ഭാഷ തുളുവാണ്. അപ്പോൾ തുളു ഭാഷ സംസാരിക്കുന്ന തെയ്യത്തുനിന്ന് കെട്ടുന്ന ഒരു ജനവിഭാഗമുണ്ട്. അവരാണ് ഈ തുളു ഭാഷൻ്റെ സംരക്ഷകർ എന്ന് യഥാർത്ഥത്തിൽ പറയേണ്ടത്. ആ വിഭാഗക്കാരിലുള്ള ആൾക്കാരെ ഞങ്ങൾക്ക് ആദരിക്കാനുള്ള ഒരു പരിപാടി ഞങ്ങൾ സംഘടിപ്പിച്ചു. അത് ഈ കൊണ്ടവൂർ എന്ന് പറയുന്ന ഒരു മഠമുണ്ട് ഇവിടെ. ആ കൊണ്ടവൂർ മഠത്തിൽ വെച്ചാണ് സ്വാമീജിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾ സംഘടിപ്പിച്ചത്. ആ ഗംഭീരം പരിപാടിയായിരുന്നു. ഈ നാട്ടിൻ്റെ ഭാഷകളെ സംരക്ഷിക്കാനുള്ള ഒരു പദ്ധതിയുടെ ഭാഗമായാണ് അത് നടത്തിയത്. ആ തെയ്യം കെട്ടുന്ന ആൾക്കാർക്ക് ഒരു ആവേശമായിരുന്നു അത്. അതുപോലെ തന്നെയാണ് യക്ഷഗാന. പാർത്തി സുബ്ബ എന്ന യക്ഷഗാന കലാകാരൻ പിറന്നു വീണ മണ്ണാണ് കുമ്പള. അത് ഇന്നിപ്പോൾ യക്ഷഗാനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമാണ് സൗത്ത് കന്നഡ, ഉടുപ്പി, ചിക്കമംഗളൂർ ഡിസ്ട്രിക്റ്റുകളിൽ. പക്ഷേ അതിനെ ഉണ്ടാക്കിയ ആളാര്? കേരളക്കാരനാണ്.
അത് കാസർഗോഡുകാരനാണ്, അത് നമ്മളെ മണ്ഡലത്തിൽ നിന്ന് കുമ്പളക്കാരനാണ് പാർട്ടി സുബ്ബ. ആ യക്ഷഗാനവുമായി ബന്ധപ്പെട്ടുള്ള ആൾക്കാർക്ക് നമ്മളെ ജില്ലയിനകത്ത് എത്രയോ ആൾക്കാരുണ്ട്, മലയാളികളടക്കം തുളു യക്ഷഗാനത്തിലുള്ള ആൾക്കാരുണ്ട്. അവർ പിറന്നു വീണത് മലയാള ഭാഷ സംസാരിച്ചാലോ ഈ ചന്തു അടക്കമുള്ള ആൾക്കാരല്ല ഈ നാട്ടിൻ്റെ പൈതൃകമായ തുളു യക്ഷഗാനത്തിൻ്റെ ഭാഗമായി മാറിയതാണ്. ശേനി ഗോപാലകൃഷ്ണൻ ഭട്ട് അടക്കമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാർ പിറന്ന മണ്ണാണ്. അപ്പോൾ ആ യക്ഷഗാനത്തിൻ്റെ ആ ആൾക്കാരെ നമ്മൾ തിരഞ്ഞെടുത്ത് അവർ ആദരിക്കൽ പരിപാടി സംഘടിപ്പിച്ചു. അതുപോലെ തന്നെ അധ്യാപകന്മാർ, അങ്ങനെ വ്യത്യസ്ത മേഖലയിൽ നമുക്ക് ഇടപെടാൻ സാധിച്ച ഒരു മണ്ണാണ്. 2006 ആവർത്തിക്കും, 2006 100% ആവർത്തിക്കൂ, അതിലൊരു സംശയം വേണം. എന്തരിക ഇവിടുത്തെ ജനങ്ങൾ അങ്ങനെ ചിന്തിച്ചു തുടങ്ങി. ഈ മണ്ഡലത്തിൻ്റെ അകത്തുള്ള ജനങ്ങൾക്ക് ഇടപെടുന്ന ഒരു ആൾ ഇടതുപക്ഷം 3ാം പ്രാവശ്യം ഇടതുപക്ഷ സർക്കാർ വരുമ്പോൾ മഞ്ചേശ്വരത്തിനകത്ത് ഇടതുപക്ഷം എന്നൊരു MLA വേണോ എന്ന നിലയിലാണ് സാധാരണയായ ആൾക്കാരെല്ലാം ഇപ്പോൾ ചിന്തിക്കുന്നത്. ഞാനിപ്പോൾ കുറേ ദിവസമായി ജനങ്ങളുടെ ഇടയിൽ ഇങ്ങനെ ഈ ഇതിലേക്ക് വേണ്ടി ഇല്ലെങ്കിൽ ജനങ്ങളുടെ ഇടയിൽ തന്നെ പ്രവർത്തിക്കുന്ന ആളാണ്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരാൾക്കാർ കാണുമ്പോൾ കിട്ടുന്ന അഭിപ്രായങ്ങൾ അവരുടെ അതാണ്. എന്തായാലും മഞ്ചേശ്വരത്തിനകത്തുള്ള ഒരു ജനപ്രതിനിധി ഇവിടുത്തെ ജനങ്ങളിൽ കാര്യം ഇടപെടാൻ ഗൾഫിലിരുന്നിച്ചോ അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് ഇരുന്നിച്ചോ കൈകാര്യം ചെയ്യുന്ന ആളല്ല വേണ്ടത്, മഞ്ചേശ്വരത്ത് ഇരുന്നിച്ച് കൈകാര്യം ചെയ്യുന്ന ആൾ വേണം എന്നതാണ് ജനങ്ങളുടെ അഭിപ്രായം. ഒരു ഇടതുപക്ഷ MLA വേണമെന്നാണ് അഭിപ്രായം. ഏതായാലും ഇത്തവണ മഞ്ചേശ്വരത്ത് ഒരു മാറ്റമുണ്ടാകും, ഇടതുപക്ഷം ശക്തമായ പോരാട്ടം നടത്തി വിജയിക്കുമെന്നാണ് KR ജയാനന്ദ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും പ്രചാരണ രംഗത്തേക്ക് ഇറങ്ങുമ്പോൾ വിജയാശംസകൾ നേരുന്നു.